നമ്മൾ പല ടൈപ്പ് ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരെണ്ണം ആദ്യമായിട്ടായിരിക്കും. ഹീറോയെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഹീറോയിൻ അവനുമായിട്ട് പതിയെ പതിയെ കമ്പനിയാകും. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് മൂത്ത് മൂത്ത് പ്രണയത്തിലാകുമോ? നമുക്ക് നോക്കാം. പറഞ്ഞു വരുന്നത് 2011 പുറത്തിറങ്ങിയിട്ടുള്ള ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ തന്നെ ഹീറോ ആയിട്ടുള്ള ഡെയ്ലനെയാണ് കാണിക്കുന്നത്. ഇവൻ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ ഫ്രണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗേൾ ഫ്രണ്ടിൻ്റെ കോള് വരും. നമുക്കിന്ന് പടത്തിന് പോകാമെന്ന് പറഞ്ഞാൽ നീ എവിടെയുണ്ട്, ഞാൻ തിയേറ്ററിൻ്റെ അടുത്ത് വന്നെന്ന് പറയും. ഈ കോൾ എടുത്ത ടൈമിൽ തന്നെ അവിടെ ഇരുന്ന് വെള്ളം തട്ടി ഇവൻ്റെ പാൻറ്റിലേക്ക് വീഴും. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പാൻറ്റ് വാങ്ങിച്ചിട്ട് നേരെ കാറും എടുത്ത് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് വരും. അപ്പോൾ ഹീറോയും പറയും ഞാൻ തിയേറ്ററിന് മുന്നിൽ തന്നെ ഉണ്ട്, നീ എവിടെ കാണുന്നില്ലെന്ന്. ഹീറോ പറയും ഞാൻ തൊട്ടടുത്തുണ്ട്, ആൾക്കൂട്ടം കാരണം കാണാത്തതാ, ഞാൻ നിന്നെ കണ്ടത് അങ്ങോട്ട് വരുവാണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ ലവർ അങ്ങോട്ടേക്ക് വരും. നോക്കുമ്പോഴോ അത് നമ്മുടെ ഹീറോ അല്ല, വേറെ ഏതോ ഒരു പയ്യൻ. അപ്പം നമ്മുടെ ഹീറോ ആരോടായിരിക്കും സംസാരിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് വേറൊരു പെണ്ണിനെ കാണിക്കുന്നത്. അങ്ങനെ അവൻ അവളോട് ചെന്നിട്ട് പറയും നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന്. അപ്പോൾ ഹീറോയുടെ ലവർ പറയും നമുക്ക് ബ്രേക്കപ്പ് അയക്കാം, ഇനി സെറ്റാകുന്ന ഒരു വിശ്വാസമില്ല, എനിക്ക് മടുത്തെന്ന് പറയും. ഇതേ ഡയലോഗ് തന്നെ ഹീറോയിനോട് അവളുടെ ലവറും പറയും നമുക്ക് ബ്രേക്കപ്പ് അയക്കാം, നിനക്ക് എന്നേക്കാളും പ്രധാനം നിൻ്റെ ജോലിയാണ്, അതുകൊണ്ട് നമുക്ക് സെറ്റാകത്തില്ലെന്ന് പറയും. അങ്ങനെ രണ്ടുപേരുടെ ലൈഫും ബ്രേക്കപ്പ് ആയ ശേഷം അവരവിടെ നിന്ന് പോകും. പിറ്റേ ദിവസം ഹീറോ ലോസ് ആഞ്ചലോസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് കയറും. കാരണം എന്തെന്ന് വെച്ചാൽ അവനിപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് നല്ലൊരു കമ്പനിയിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഹീറോയിന് ടൈം പോയതുകൊണ്ട് അവൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഡ്രസ്സ് മാറും. ഇവൾ വരുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഹീറോയെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാനായിട്ടാണ്. അങ്ങനെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ തമ്മിൽ പരിചയപ്പെടും. അതിനുശേഷം ഹീറോയിൻ വിളിച്ചുകൊണ്ട് ഒരു ഹോട്ടലിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും ഇവിടെ താമസിച്ചോ, നമുക്ക് നാളെ രാവിലെ ഓഫീസിലേക്ക് പോകാമെന്ന്. എന്നിട്ട് അവൾ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വൈകിട്ട് നമ്മുടെ ഹീറോ ഇറങ്ങി വന്നിട്ട് പറയും എന്നെ ഈ സിറ്റി ഫുള്ളൊന്ന് ചുറ്റി കാണിക്കാൻ. ഇത് കേട്ടിട്ട് ഹീറോയിൻ സമ്മതിച്ച ശേഷം ഇവർ തമ്മിൽ ആ നൈറ്റ് ഫുള്ള് സിറ്റി ചുറ്റി കാണും. പിറ്റേ ദിവസം നമ്മുടെ ഹീറോ അവൻ താമസിച്ച ഹോട്ടലിലെ തിങ്സ് എല്ലാം എടുത്തുകൊണ്ട് അവൻ പുതിയൊരു വീട്ടിലേക്ക് റെൻറ്റിന് താമസം മാറും. അങ്ങനെ നമ്മുടെ ഹീറോ ആദ്യത്തെ ദിവസം ഓഫീസിലേക്ക് ഇരുന്നിട്ട് എല്ലാവരെയും മുന്നിൽ മാസമായിട്ടുള്ളൊരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യും. ആ ടൈമിൽ തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ബോണസും കയറും, അതോടൊപ്പം തന്നെ പ്രമോഷനും കയറും. അതുകൊണ്ട് ഇവൾ എങ്ങനെയൊക്കെ കയ്യേക്കാലെ പിടിച്ച് അവനെ കൊണ്ട് സൈൻ ചെയ്യിക്കും. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ പറയും എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് ഏതായാലും ഹോട്ടലുള്ളതെന്ന്. ആ ടൈമിൽ ഹീറോയും പറയും ബാ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയുടെ എക്സ് വിളിക്കും. പക്ഷെ അവൻ കട്ടാക്കി വിടും. ഉടനെ തന്നെ ഹീറോയും ചോദിക്കും ആരാ, എന്ത് പറ്റിയെന്ന്. ഹീറോ പറയും ഇതെൻ്റെ ഒരു എക്സാ, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, പക്ഷെ അവളാണ് ഫ്രണ്ടായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുവാണെന്ന്. ഇത് കേട്ട ഉടനെ ഹീറോയിൻ പറയും ഇതേ അവസ്ഥ തന്നെ എനിക്കും, എൻ്റെ ഒരുത്തനുണ്ടായിരുന്നു, അവനുമായിട്ട് കഴിഞ്ഞിടയ്ക്കാണ് ബ്രേക്കപ്പ് ആയതെന്ന് പറഞ്ഞ് അവൾ അവളുടെ കഥ പറയാൻ തുടങ്ങും. അങ്ങനെ അന്ന് നൈറ്റ് രണ്ടുപേരും കൂടെ ഒരു മൂവി കാണും. ആ ടൈമിൽ ഹീറോ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹീറോയിനോ ഈ മൂവിക്കകത്ത് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഹീറോ പറയും ഇതിലെ സ്റ്റോറിയൊക്കെ ഓക്കെയാണ്, പക്ഷെ ലവ് വേറെ സെക്സ് വേറെയാണ്, രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവരേറെ കുറേ കാര്യത്തോടെടുക്കും. അങ്ങനെ ഇതേ ടോപ്പിക്ക് തന്നെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് ഇവർക്ക് തോന്നും എനിക്ക് ഇന്ന് രാത്രി ഒന്ന് ചെയ്താൽ, പക്ഷേ ഇവർ തമ്മിൽ ലൈൻ അടിക്കത്തില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ടുഗദർ ആകാം. പക്ഷെ ലിവിങ് ടുഗദർ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് തന്നെയാണ്. എപ്പം മ്യൂച്വലി സെക്സ് വേണമെന്ന് തോന്നുന്നു ആ ടൈമിൽ ചെയ്യാമെന്ന് ഇവർ പറയും. അങ്ങനെ രണ്ടുപേരും ഓക്കെ പറഞ്ഞ ശേഷം ഹീറോയിനകത്തേക്ക് ഒരു ടാബ് എടുക്കും. നോക്കുമ്പോഴോ അതിനകത്ത് ബൈബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ആപ്പിൽ തൊട്ട് സത്യം ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ഹീറോയിൻ പറയും ഇത് ഇന്നത്തേക്ക് മാത്രമാണ്, കണ്ടിന്യൂസ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പരിപാടിയിലേക്ക് കടക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ഒരു പാർക്കിൽ കൂടെ പോകും. ആ ടൈമിൽ ഹീറോ പറയും ഒരു പ്രാവശ്യമേ നടന്നുള്ളൂ, ഇനി അതൊരിക്കലും നടക്കത്തില്ലെന്ന്. പക്ഷെ അവർക്ക് ആ ടൈമിൽ എന്ത് തോന്നിയെന്നറിയില്ല. രണ്ടുപേരും ഓഫീസിൽ പോലും പോകാതെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് പരിപാടി ചെയ്യാൻ തുടങ്ങും. ആദ്യം ഒരു പ്രാവശ്യം ചെയ്യാമെന്ന് പറഞ്ഞവരിപ്പം നിനക്കൊരു ഗേൾ ഫ്രണ്ട് കിട്ടുന്നോടം വരെ, എനിക്കൊരു ബോയ് ഫ്രണ്ട് കിട്ടുന്നോടം വരെ നമുക്ക് ഈ അഫെയർ തുടരാമെന്നാണ് പറയുന്നത്. പിന്നീട് ഇവർക്ക് ഇത് തന്നെയാകും പരിപാടി. അങ്ങനെ രണ്ടുപേരും ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഹീറോയിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാരത്തി ഇത് കണ്ടിട്ട് പറയും ഡേ ഞാൻ ഒന്നും കണ്ടിട്ടില്ല, രണ്ടുപേരും പതിയെ തുണിയെല്ലാം എടുത്തിട്ടിട്ട് വന്നാൽ മതി ഇത്. അങ്ങനെ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഹീറോ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ ഉടനെ ഹീറോയിനും അവളുടെ അമ്മയും കൂടെ സംസാരിക്കാൻ തുടങ്ങും. ആ ടൈമിൽ അവളുടെ അമ്മ പറയും നിനക്ക് ലീവ് കിട്ടുന്നത് നമുക്ക് എങ്ങോട്ടേക്ക് ട്രിപ്പ് പോവാം, പക്ഷേ പോകുമ്പോൾ നീ ഞാനും മാത്രം കാണാവുള്ളൂ, വേറെ ആരെയും കൂട്ടല്ലെന്ന്.
ഹീറോയിൻ ഇതിന് ഓക്കെയും പറയും. ഹീറോയിൻ്റെ വീട്ടിൽ അമ്മ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഹീറോയുടെ അടുത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് അവൾ പറയും, ഇന്നത്തോടെ നമുക്കിത് നടത്താം, ഇനി നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെയും എനിക്കൊരു ബോയ് ഫ്രണ്ടിനെയും കണ്ടുപിടിക്കാമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയും പറയും, ഓക്കെ ഇനി അങ്ങനെ ചെയ്യാം, എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ ഈ ലൈഫ് കണ്ടിന്യൂ ചെയ്തത്, അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് പോകാമെന്ന് പറയും. ഇതോടൊപ്പം തന്നെ ഇനി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നും ഹീറോ പറയും. പിറ്റേ ദിവസം രണ്ടുപേരുടെ റോഡിലേക്ക് ഇറങ്ങും. ആ ടൈമിൽ അവിടെ നൈസ് ലുക്കുള്ളൊരു പെണ്ണിനെ കാണും. അപ്പം നമ്മുടെ ഹീറോ പറയും, ഞാൻ അവളോട് പോയി സംസാരിച്ച് എങ്ങനെയല്ലോ ഒന്ന് വളച്ചെടുക്കാൻ നോക്കട്ടെ എന്ന്. ഹീറോയിൻ പറയും, പറ്റുമെങ്കിൽ നീ ഒന്ന് ചെയ്ത് കാണിക്കുക. ഇത് കേട്ട ഉടനെ തന്നെ ഇവൻ ചെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങും. അവളോ തിരിച്ച് ഇവനോട് എന്തൊക്കെയൊക്കെ പറയും. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് നൈസായിട്ട് ഈഗോയും അടിക്കുന്നുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി വന്ന ഉടനെ ഹീറോയിൻ ചോദിക്കും, ആ പെണ്ണ് എന്തായിരുന്നു ഇത്ര നേരം പറഞ്ഞതെന്ന്. അവൾ ആ ബ്രിഡ്ജിലേക്കുള്ള വഴിയൊന്ന് ചോദിച്ചതാ, ഞാനതൊന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളെന്ന് ഹീറോ പറയും. ഹീറോയിൻ ചോദിക്കും, ബ്രിഡ്ജിലേക്കുള്ള വഴിയോ, അതെന്തിനാ അവൾ ചോദിച്ചത്? ഹീറോ പറയും, ബ്രിഡ്ജിൽ അവളുടെ ഹസ്ബൻഡ് നിൽപ്പുണ്ട്, അതുമാത്രമല്ല അവൾക്ക് 2 കുട്ടികളും ഉണ്ടെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹീറോയിൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ അവിടെ നിന്ന് അവർ കുറച്ച് ദൂരം കൂടെ നടക്കും. ആ ടൈമിൽ അവിടെ ഒരു പയ്യൻ കോൾഡ് കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുന്ന കാണും. ഇവനെ കണ്ടുടനെ തന്നെ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ഞാൻ പോയി ആ പയ്യൻ്റെ അടുത്ത് മിണ്ടട്ടെ എന്ന്. ഓക്കെ പോയി മിണ്ടിക്കൂ എന്ന് ഹീറോയിൻ പറയും. അങ്ങനെ ഹീറോയിൻ അവിടെ ചെന്ന് അവരോട് മിണ്ടി കഴിഞ്ഞ് കുറച്ച് നേരം കൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പാകും. ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്തോ ഒന്ന് ഡെവലപ്പാകും. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഹീറോയിൻ വന്നിട്ട്, അവൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ഞങ്ങൾ ഈ വീക്കെൻഡിൽ ഒരു ഡേറ്റിങ്ങിന് പോകുവാണെന്നൊക്കെ പറയും. അങ്ങനെ വീക്കെൻഡ് എത്തി രണ്ടുപേരും ഡേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും, എനിക്ക് 5 റൂൾസ് ഉണ്ട്, അത് 5 നീ പാസ്സായ നിന്നെ ഞാൻ കല്യാണം കഴിക്കാവുന്ന. എന്നിട്ട് അവൻ ആ റൂൾസും പറയാൻ തുടങ്ങും. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ അവൾക്ക് ഹീറോ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉള്ളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നത്, നിനക്ക് ഏജൊക്കെ ആയി വരുമല്ലേ, അതുകൊണ്ട് നീയും ഒരു പെണ്ണിനെ തപ്പാൻ. ഇത് കേട്ടിട്ട് ഹീറോയും ഓക്കെ പറയും. അതേസമയം തന്നെ ഹീറോയിനും ഡോക്ടറും 4ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പം 5ാമത്തേലോട്ടായിട്ടുണ്ട്. അവരുടെ കാര്യം വേറെ കുറേ സെറ്റ് ആകാറും ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നോക്കുമ്പോഴോ നമ്മുടെ ഹീറോ ഒരു പെണ്ണുമായിട്ട് തട്ടിമുട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ആ ഒരു ടൈമിൽ അവനൊരു കോള് വരും. നോക്കുമ്പോഴോ അവൻ അനിയത്തി. ഈ കോള് കണ്ട ഉടനെ അവൻ്റെ കൂടെയുള്ള പെണ്ണ് ചോദിക്കും, ആരെ എന്ത് പറ്റിയെന്ന്. ഹീറോ പറയും, ഒരു കുഴപ്പമില്ല, എൻ്റെ അനിയത്തിയാണെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ അവൾ കൂളാകുകയും ചെയ്യും. എന്നിട്ട് ഹീറോ അനിയത്തിയോടെ ഒരു 4 ദിവസം ലീവ് വരുന്നില്ലേ, ആ ടൈമിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറയും. പിറ്റേ ദിവസം ഹീറോ ഹീറോയിനെ വിളിക്കും. ഹീറോയിൻ നോക്കുമ്പോൾ അടുത്ത് ഡോക്ടർ കിടക്കുന്നു. എന്നാൽ ഇവിടെ വെച്ച് ഫോൺ എടുക്കണ്ട, അടുത്ത മുറിയിൽ പോയി എടുക്കാതെ വെച്ചാലോ, അവിടെ അവളുടെ അമ്മയും കിടക്കുന്നു. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകും. ഹീറോ വിളിച്ചിട്ട് പറയും, ഈ ഫ്രണ്ട് പേജിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഒരു ഡൗട്ട് വന്ന് ക്ലാരിഫൈ ചെയ്യാൻ വിളിച്ചതാണ്. അങ്ങനെ ഹീറോയിൻ അവൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, എങ്കിൽ ആ ഡോക്ടറിന് ഒരു കോഫി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ഓർത്ത് ഇവള് കോഫിയുമായിട്ട് വരുമ്പോഴോ ഡോക്ടർ ഇതേ പുറത്തിറങ്ങി നിൽക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാലോ, അവനിപ്പോൾ ബ്രേക്കപ്പ് വേണം. അങ്ങനെ അവൻ അവളോട് ബ്രേക്കപ്പും പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിന് നല്ല കലിപ്പുമാകും. അങ്ങനെ ഇതെല്ലാം ഇവളെ ചെന്ന് ഹീറോയോട് പറയും. ആ ടൈമിൽ ഹീറോ ആണ് ഇവൻ്റെ അനിയത്തിയെ കാണാൻ പോകാനായിട്ടെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവള് പറയും, ഞാനും എൻ്റെ അമ്മയുടെ കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്, എല്ലാം ചെന്ന് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ അവളുടെ അമ്മ എന്തോ ലെറ്റർ എഴുതി വെച്ചിട്ട് എങ്ങോട്ടോ പോകും. അങ്ങനെ അവൾ ഇതും വിളിച്ച് ഹീറോയോട് പറയും. ആ ടൈമിൽ ഹീറോ പറയും, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ കൂടെ ലോസ് ആഞ്ചലോസിലേക്ക് വാ. ഇപ്പം ഞാൻ സിംഗിളായിട്ടങ്ങ് ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും അനിയത്തി എന്നെ കൊല്ലും, അതുകൊണ്ട് നീ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കാമെന്ന് പറയും. അപ്പോൾ ഹീറോയും പറയും, എനിക്കിതുവരെ ടിക്കറ്റ് പോലും ഇല്ലെന്ന്. ആ ടൈമിൽ തന്നെ ഹീറോ അവൾക്കൊരു ടിക്കറ്റും ബുക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ അവിടെ നിന്ന് അവർ പ്ലെയിൻ കയറി ലോസ് ആഞ്ചലോസിലെത്തും. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം വരുന്നത് അവൻ അനിയത്തിയുടെ കുട്ടിയായിരുന്നു. അവൻ വന്ന് ഹീറോയിനുമായിട്ട് നല്ല കമ്പനിയാകും. അതിനുശേഷം അവൻ അനിയത്തി അച്ഛനും വന്ന് ഇവളെ പരിചയപ്പെടുകയും ചെയ്യും. അങ്ങനെ അന്ന് ഹീറോയിൻ ബീച്ചിൽ കൂടെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് നടക്കും. രാത്രിയാകുമ്പം ഹീറോയിനും അനിയത്തിയും കൂടെ ഹീറോയുടെ പഴയ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവനെ കളിയാക്കിക്കൊണ്ട് ഇരിക്കും. പിറ്റേ ദിവസം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയിൻ മാത്രം താമസിച്ച് വരും. ഹീറോയിൻ ഇവൻ്റെ മേലെ ഒരു ക്രഷ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ എന്നെപ്പറ്റി എല്ലാം അറിയാം, എങ്കിൽ ഇവനുമായിട്ടൊന്ന് ഡേറ്റിങ് ചെയ്താലോ എന്ന് പോലും ഹീറോയിൻ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഹീറോയും അവൻ്റെ അനിയത്തിയുടെ പയ്യനും കൂടെ വാട്ടർ ബൈക്ക് എടുത്തുകൊണ്ട് കടലിലേക്ക് പോകും. ആ ടൈമിൽ ഹീറോ അവനോട് ചോദിക്കും, ഞാനും ഹീറോയിനും തമ്മിൽ മാച്ചാണ് എന്ന്. അവൻ പറയും, അവക്കെന്താ ഒരു കുറവ്, നല്ല ലുക്കല്ലേ, അതുമാത്രമല്ല നിങ്ങൾ തമ്മിൽ നല്ല മാറ്റുവാണെന്ന്. പക്ഷെ ഹീറോയുടെ ഉള്ളിൽ എന്തോ പോലെ തോന്നും, കാരണം അവർ തമ്മിൽ ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലേ, പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഇല്ലാതാകുമോ എന്നൊരു തോന്നൽ.
അതുകൊണ്ട് തന്നെ അവൻ പോയി പറയത്തുമില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പം ഹീറോയിനും കൂടെ ട്രക്കിങ്ങിന് പോകുന്ന വേദിയിൽ അവിടെ ഒരു മലയിൽ പോയിരുന്ന് കുറച്ച് നേരം സംസാരിക്കും. പിന്നീട് ഹീറോയുടെ അനിയത്തിയുടെ പയ്യൻ മാജിച്ച് കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ ഒരു പെട്ടിക്കകത്ത് കയറ്റി കിടത്തും. ആ ടൈമിൽ ഹീറോയും അനിയത്തിയും കൂടെ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് വരും. പക്ഷെ അവർ ഹീറോയിൻ പെട്ടിക്കകത്തുള്ള കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ ടൈമിൽ അനിയത്തി പറയും, നിങ്ങൾ തമ്മിൽ പക്കാ മാറ്റാ, നീ വേറെ മര്യാദയ്ക്ക് അവളെ സെറ്റാക്കിക്കോളാൻ. ഹീറോ പറയും, ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഇതുവരെ ലവ് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. ഇതെല്ലാം ആ പെട്ടിക്കകത്തിരുന്ന് കേട്ട ഹീറോയിനോ നല്ല സെഡുമായി പോകും. അന്ന് രാത്രി ഹീറോയിൻ തുണിയെല്ലാം പായ്ക്ക് ചെയ്തിട്ട് പറയും, എനിക്ക് പെട്ടെന്നൊരു ജോലി വന്ന് ഞാനിവിടുന്ന് പോകുവാണെന്ന്. ഹീറോ പറയും, എങ്കിൽ നിൽക്ക്, ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വരാമെന്ന്. അവൾ പറയും, വേണ്ട, ഞാൻ ഒരു ടാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഹീറോ തിരിച്ച് ന്യൂയോർക്കിലേക്ക് വന്നിട്ട് അവളെ ഒരുപാട് വിളിക്കും. പക്ഷെ എത്ര വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കത്തില്ല. ഇതെല്ലാം കണ്ടിട്ട് ഇവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയിൻ്റെ അമ്മയും അവൾക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളിക്കാരി ജയിലിലായിരുന്നു, ഇപ്പോഴാണ് ബെയിലിന് ഇറങ്ങിയതെന്നും പറയും. അങ്ങനെ പുള്ളിക്കാരി വന്നിട്ട് ഹീറോയിനോട് സംസാരിക്കാൻ തുടങ്ങും. ആ ഡെയിലനുണ്ടല്ലോ, ആ പയ്യനാണ് നിനക്ക് കറക്റ്റ് മാറ്റ്, മര്യാദയ്ക്ക് നീ അവനുമായിട്ട് സെറ്റ് ആയിക്കോളാൻ പറയും. ഹീറോ എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതുകൊണ്ട് അവൻ അവളുടെ പ്ലേസ് തപ്പി കണ്ടുപിടിച്ച് വരും. എന്നിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴോ അവൾ പറയും, നമ്മൾ തമ്മിൽ ലവ് ഒന്നുമില്ലല്ലോ, സെക്സ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്തിനാ നീ എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിനൊരു കോള് വരുന്നത്. ഹീറോ ജോബ് റിസൈൻ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് ബോണസ് ഒന്നും കയറത്തില്ലെന്ന് അവളുടെ ബോസ് വിളിച്ച് പറയും. ഇത് കേട്ടുടനെ തന്നെ ഇവൾ ഹീറോയെ വിളിക്കാൻ തുടങ്ങും. പക്ഷെ അവൻ ഫോൺ എടുക്കത്തില്ല. ഉടനെ തന്നെ ഇവൾ ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവനൊരു ആർട്ട് ഷൂട്ടിലുണ്ടെന്ന് പറയും. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഇരുന്ന് അവനോട് സംസാരിക്കും. ഹീറോ പറയും, ഞാൻ എന്തായാലും ജോബ് റിസൈൻ ചെയ്യാൻ പോവാ, നിനക്ക് ബോണസ് അല്ലേ വേണ്ടേ, അത് ഞാൻ റിസൈൻ ചെയ്യുന്നതെന്ന് ചെക്ക് തന്നേക്കാവെന്ന് പറയും. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഫ്രണ്ട്സ് അല്ല, നീ വേറെ ഞാൻ വേറെ എന്നും കൂടി പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയുടെ അനിയത്തി വിളിച്ചിട്ട് പറയുന്ന, അവൾ കുറച്ച് നാളത്തേക്ക് പുറത്തു പോവുക, അതുകൊണ്ട് നീ അച്ഛനെ ഒന്ന് നോക്കിയേക്കണമെന്ന്. ഹീറോ പറയും, എങ്കിൽ നീ പറഞ്ഞു വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന്. അങ്ങനെ ഹീറോയിനും അവളുടെ അമ്മയും കൂടെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങും. ആ ടൈമിൽ അവളുടെ അമ്മ പറയും, നീ എന്നെപ്പോലല്ല, നിൻ്റെ അച്ഛനെ പോലെ ഇരിക്കണമെന്ന്. ഹീറോയിൻ ചോദിക്കും, നിങ്ങൾ എത്ര പേരുമായിട്ട് ഡേറ്റിങ് ചെയ്തിട്ടുണ്ടെന്ന്. പുള്ളിക്കാരി പറയും, നീ ഒന്ന് ഗസ് ചെയ്യാൻ. ഹീറോയിൻ 80 എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയും, ഇല്ല, ഒരേ ഒരാളെ, നിൻ്റെ അച്ഛനുമായിട്ട് മാത്രം, നീയും ഡൈലനെ വിടല്ലേ, അവൻ നിനക്ക് വേണ്ടി മാത്രം ഉള്ളവനാണെന്നും അവളുടെ അമ്മ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ അവൻ്റെ അച്ഛനെ പോയി പിക്ക് ചെയ്ത ശേഷം രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയിരിക്കും. ആ ടൈമിൽ അവൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറയും, ആ പെണ്ണിനെ കാണാൻ DDയെ പോലെ ഉണ്ടെന്ന്. DDയോ, അതാരാണെന്ന് ഹീറോ ചോദിക്കും. പുള്ളിക്കാരൻ പറയും, നിൻ്റെ അമ്മയെക്കാളും മുമ്പ് എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അന്ന് ഞാൻ നേവി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, അവൾ മാത്രമായിരുന്നു എൻ്റെ യഥാർത്ഥ ലവ്, നിൻ്റെ അമ്മയല്ലായിരുന്നെന്ന് പറയും. അതോടൊപ്പം തന്നെ നിൻ്റെ അമ്മ ഇത് അറിഞ്ഞത് പിന്നെ ഡിവോഴ്സ് വാങ്ങിയതെന്നും പുള്ളിക്കാരൻ പറയും. ഇത് കേട്ട ഉടനെ ഹീറോ ചോദിക്കും, ഇതെന്തായിരുന്നു എൻ്റെ അടുത്ത് പറയാതിരുന്നതെന്ന്. പുള്ളിക്കാരൻ പറയും, ഇതൊന്നും പിള്ളേരെടുത്ത് പറയേണ്ട കാര്യമല്ലടാ, പിന്നെ നീ പോയി അവളെ തന്നെ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ ലൈഫ് മഹാ കഷ്ടമായിരിക്കുമെന്ന് പറയും. അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ ആരെയോ കോൾ ചെയ്തിട്ട് അവൻ്റെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹീറോയിന് ഒരു ദിവസം മാളിൽ നിൽക്കുന്നത്. അവളുടെ അമ്മ പറയും, നീ അവിടെ തന്നെ നിൽക്കും, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന്. ആ ഒരു ടൈമിൽ അവിടെ ഒരു പെർഫോമൻസ് നടക്കും. ഇത് നമ്മുടെ ഹീറോയിൻ്റെ ഫേവറേറ്റ് മൂവിയുടെ ഒരു പെർഫോമൻസും കൂടിയാണ്. ആ മൂവിക്കകത്ത് ഇങ്ങനൊരു പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രപ്പോസൽ നടക്കുന്നത്. അങ്ങനെ ഹീറോയിൻ അവിടെ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഫ്രീസ് ആകുന്നത്. നോക്കുമ്പോഴോ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരും. വന്നിട്ട് ഇവളെ നല്ല അടിപൊളിയായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഹീറോ ചോദിക്കും, നമുക്ക് തമ്മിൽ ഡേറ്റ് ചെയ്താലോ എന്ന്. അവൾ പറയും, ചെയ്തേക്കാം, പക്ഷേ ഒരു 5 റൂളുണ്ട്, അത് 5 നീ പാലിക്കണമെന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഒന്നാമത്തെ റൂള് പറയുമ്പോഴാണ് ഈ മൂവി അവിടെ തീരുന്നത്.